അനാവശ്യം അത്രയും പറഞ്ഞിട്ട്. ആർച്ചേ, ഞാനിന്ന് കുറച്ച് നേരത്തെ പോവും. 11 മണിക്ക് ആ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഒരു പ്രതിയുടെ മൊഴി എടുക്കാണ്ട്. നീ എന്താണെന്ന് മിണ്ടാത്തത്? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് നേരത്തെ വേണമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതുപോലെ തന്നെ. അതെന്താ? ഞാനൊന്നും ഉണ്ടാക്കിയില്ല. കാരണം? സൗകര്യമില്ലായിരുന്നു. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ ചോദിച്ചേ. സത്യനോട് ഈ മിക്സി കേടായ വിവരം ഇന്നലെ രാവിലെ ഞാൻ പറഞ്ഞല്ലേ, സത്യനെ മൈൻഡ് ചെയ്തോ? അതെ, മിക്സി കേടായെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാനൊരു പോലീസുകാരനാണ്, അല്ലാതെ ഇലക്ട്രീഷ്യൻ അല്ല. ഓഹോ, അപ്പൊ ഇലക്ട്രീഷ്യന്റെ വീട്ടിലെ മിക്സി കേടായാൽ മാത്രം നന്നാക്കാൻ പറ്റും? സത്യനോട് ഞാൻ നന്നാക്കി തരാമെന്ന് പറഞ്ഞില്ലല്ലോ. ആർച്ചേ, എനിക്ക് കുറച്ച് തിരക്കുകളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ആ പവിത്രനെ വിളിച്ച് കാര്യം പറയാൻ പറഞ്ഞേ. അവനെയൊക്കെ ഞാൻ വിളിച്ചതാ, അവനും വന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് അടുക്കളയിൽ മിക്സി ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കില്ല. ഇന്ന് പുറത്തുനിന്നെങ്ങാനും ഭക്ഷണം കഴിക്കാൻ നോക്ക്. അതെ, പുറത്തുനിന്ന് കഴിച്ചാൽ എനിക്ക് ശരിയാവില്ല. മിക്സി ഇല്ലാതെ എന്തെല്ലാം വിഭവങ്ങൾ ഉണ്ടാക്കാം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കും. ആ, അങ്ങനെ ഉണ്ടാക്കി തന്നാലേ ഇന്ന് മിക്സി ശരിയാക്കി തരില്ല. സത്യേട്ടാ, ചിലര് കിട്ടേണ്ടത് കിട്ടിയാലേ പഠിക്കൂ. അപ്പൊ ഉച്ചയ്ക്കുള്ള ഊണോ? ചോറ് വെച്ചിട്ടുണ്ട്, കറിയൊന്നും ഉണ്ടാക്കിയില്ല. വേണേ ഈ ചോറ് തന്നു വിടാം. ചോറ് മാത്രം നിന്റെ അച്ഛനുണ്ടേ കൊടുക്കാനല്ലേ, ഞാൻ എന്റെ സൗകര്യം പോലെ ചെയ്തോളാം. ഹലോ, ഇതെന്താ പതിവില്ലാത്തൊരു ഫോൺ വിളി? അങ്ങനെയല്ല, നേരിട്ട് കാണാൻ അവസരമുള്ളപ്പോ എന്തിനാ ഫോൺ വിളിക്കുന്നതെന്നാ ചോദിച്ചത്. ചില പ്രത്യേക സാഹചര്യത്തിൽ ഫോൺ വിളിക്കുന്നതാ നല്ലത്. അതെ അതെ, ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ റെഡി ആകുന്നേ ഉള്ളൂ. 9:30 ആയിട്ട് പോയാൽ മതിയല്ലോ. കൃത്യസമയത്ത് ജോലിക്ക് എത്തുക എന്നുള്ളത് വലിയ ക്വാളിറ്റിയാണ്. അങ്ങനെയുള്ളവരെ എനിക്ക് വലിയ ഇഷ്ടം. ചില ഉദ്യോഗസ്ഥന്മാരുണ്ട് 10 മണിക്ക് ഓഫീസിൽ വരേണ്ടതിന് 12 മണിക്ക് എത്തത്തുള്ളൂ. ഞാൻ പണ്ട് മുതൽക്കേ ഇങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴൊക്കെ കൃത്യസമയത്ത് തന്നെ ഞാൻ പോകും. ടീച്ചേഴ്സിനൊക്കെ അതുകൊണ്ട് തന്നെ വലിയ ഇഷ്ടമായിരുന്നു. സത്യം പറയാലോ, ആ ക്യാരക്ടറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത്. ഇഷ്ടപ്പെടാൻ ഓരോരോ കാരണങ്ങൾ എന്നാണല്ലോ. ഞാൻ ശരിക്കും ഒന്ന് ലീവ് എടുക്കണമെന്ന് വിചാരിച്ചതാ. ലീവ് ആണെങ്കിൽ ഒരുപാടുണ്ട് താൻ. പിന്നെ ഇപ്പൊ ലീവ് എടുത്തിട്ട് എന്ത് ചെയ്യാനാ? അതുകൊണ്ട് ലീവ് എടുക്കണ്ടെന്ന് വിചാരിച്ചു. കാര്യമൊക്കെ ഉണ്ടെന്നേ, വേണമെങ്കിൽ ഇങ്ങോട്ട് വരാലോ. ഞാനാണെങ്കിൽ ഇവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുക. ആണോ? എന്നാ ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇറങ്ങാം. അപ്പൊ ലീവും ആവൂല, നമുക്ക് കാണുകയും ചെയ്യാം. എങ്കിൽ പിന്നെ ഒരു 11 മണിയാകുമ്പോ ഇങ്ങ് പോര്. അപ്പോഴേക്കും ഞാൻ എന്റെ ജോലിയൊക്കെ തീർത്ത് സത്യേട്ടനെ സ്റ്റേഷനിൽ വിട്ട് ഫ്രീ ആയിട്ടിരിക്കാം. ആയിക്കോട്ടെ. ആ, ആലീസ് വിളിക്കുന്നു. ശരി, ഞാൻ പിന്നെ വിളിച്ചോളാം. അതെ, ഇനി വിളിക്കണ്ട. 11 മണിക്ക് ഇങ്ങ് വന്നാ മതി. ഞാൻ കാത്തിരിക്കൂട്ടോ. ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ. ഓക്കെ. ഓഹോ, അപ്പൊ ഇതാണല്ലേ പരിപാടി. സ്വന്തം ഭർത്താവിന്റെ കാര്യങ്ങൾ നോക്കാൻ നിനക്ക് സമയമില്ല, നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് ഇഷ്ടം പോലെ സമയം. മനസ്സിലായില്ല? എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി തരാൻ നിനക്ക് സമയമില്ല, വേറെ പലതിനും ഇഷ്ടം പോലെ സമയമുണ്ട്. അയ്യോ, സത്യം അതെങ്ങനെ മനസ്സിലായി? എനിക്കൊന്നും മനസ്സിലാവില്ല നീ വിചാരിക്കല്ലേ ആർച്ചേ. കണ്ണടച്ച് പാല് പിടിച്ചാ ആരും അറിയണില്ല നീ വിചാരിക്കരുതേ കേട്ടോ. ഇപ്പോഴത്തെ സത്യന്റെ പ്രശ്നം എന്താ? ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലെന്ന് രാവിലെ ഞാൻ പറഞ്ഞു, അതിന്റെ കാരണവും പറഞ്ഞു. എന്തായാലും ആ ജീപ്പ് ഇവിടെ വരെ വരുന്നതാ. ആ മിക്സി എടുത്തോണ്ട് റിപ്പയറിങ്ങിന് കൊടുത്തിട്ട് തിരിച്ചു വരുമ്പോ എടുത്തോണ്ട് വന്നാൽ എന്താ? സത്യേട്ടന് എന്താ നഷ്ടം? അതുപോലും ചെയ്യാത്തവര് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണ്ട. ബ്രേക്ക്ഫാസ്റ്റിന്റെ കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ നിനക്കെന്ന് എന്താ പരിപാടി? എനിക്കിപ്പോ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. പോലീസുകാരോട് കള്ളം പറയല്ലേ ആർച്ചേ. ഹലോ, ഇത് പോലീസ് സ്റ്റേഷൻ അല്ല, വീടാ. പല നാൾ കള്ളൻ ഒരു നാൾ പിടിക്കപ്പെടുമെന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതൊക്കെ ഓർത്ത് വെച്ചാ നല്ലത്. സത്യേട്ടാ, ഈ കള്ളന്മാരോട് പോലീസ് സംസാരിക്കുന്ന പോലെ എന്നോട് സംസാരിക്കാൻ നിൽക്കല്ലേ. ഈ പോലീസുകാരന്മാര് വെറും ഉണ്ണാക്കന്മാരാണെന്നുള്ള തോന്നൽ നിനക്കുണ്ടോ? ഉണ്ടോ? എനിക്കങ്ങനെ തോന്നലില്ല. സത്യേട്ടനുണ്ടോ?
എന്റെ വീടിന് തൊട്ടടുത്തുള്ള വീട്ടിലെ കള്ളം കേറി. എടി ഹോസ്പിറ്റലിലെ സദാശിവൻ ചേട്ടന്റെ ബന്ധുവിന്റെ വീട്ടിലും കള്ളം കയറി. എന്നിട്ട് കള്ളനെ പിടിച്ചാ? എവിടെ പിടിക്കാനായിട്ട്, മുഖം മൂടിയിട്ടല്ലേ വന്നത്. പവിത്രൻ ഒരു കാര്യം ഏറ്റാ അത് ഏറ്റതാ. സുശീലന്റെ കടയിൽ നല്ല തിരക്കായിരുന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു ഈ മിക്സി ശരിയാക്കിയിട്ട് മതി വേറെ എന്തോന്ന്. അതാണ് അതാണ് പവിത്രൻ. ഇപ്പോഴത്തെ കാലത്ത് മിക്സി ഇല്ലാതെ ഒന്നും നടക്കില്ല പവിത്ര. 2 ദിവസമായിട്ട് ഞാൻ കഷ്ടപ്പെട്ടു പോയി. ആ സത്യേട്ടാ, സത്യേട്ടാ, സത്യേട്ടാ എന്തു പറ്റി സത്യേട്ടാ? സത്യേട്ട എന്താ പറ്റിയേ? ആർച്ചേ സാറേ ഓ എന്നെ പറ്റിയെന്നാ? എന്നാ പറ്റി അത് പറ. ഇടിമിന്നൽ അടിച്ച പോലെ തോന്നി. പിന്നെ ഒന്നും ഓർമ്മയില്ല. സത്യേട്ടാ, അയ്യോ